ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മിസ്റ്റർ പ്രിൻസ്. നമുക്കെല്ലാവർക്കും നമ്മുടെ ഷാങ്സിനെ കുറിച്ച് ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട്. അതൊക്കെ നമ്മൾ ഇന്നത്തെ വീഡിയോ ക്ലിയർ ചെയ്യും. പിന്നെ നമ്മുടെ ഷാങ്സിൻ്റെ ബ്രദർ ഷാങ്സിനെക്കാളും സ്ട്രോങ് ആണോ അല്ലയോ എന്നും നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ കാണാൻ താല്പര്യമുണ്ട് തീർച്ചയായിട്ടും കാണും. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാർ ഈ വീഡിയോ കാണുന്നുണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ട് ബെല്ലൈക്കൺ കൂടെ നമുക്ക് നമ്മുടെ ചാനൽ ഇപ്പോൾ 700 സബ്സ്ക്രൈബേഴ്സിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് 1K മേടിക്കാൻ പറ്റും. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് നമ്മൾ ഇൻസ്റ്റാളിലേക്ക് എത്താൻ കഴിഞ്ഞില്ലേ. എന്നാൽ നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോകാം. ആദ്യം നമുക്ക് ഷാങ്സിൻ്റെ ബ്രദറിനെ പറ്റി നോക്കാം. ഞാൻ ഷാങ്സിനെ കുറിച്ച് പറഞ്ഞ തെറ്റിദ്ധാരണകൾ എന്ന് പറയുന്നത് അത് ഈ ബ്രദറുമായിട്ട് കണക്റ്റഡ് ആണ്. അതുകൊണ്ട് നമുക്ക് ആദ്യം ബ്രദറിനെ പറ്റി നോക്കാം. ഷാങ്സിൻ്റെ ബ്രദർ ഇപ്പോൾ അപ്പിയർ ആയത് നമ്മൾ കണ്ടിട്ടുണ്ട് മാങ്കയിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയ ചാപ്റ്ററിലാണ്. അപ്പിയർ ആയത് മുതൽ തന്നെ അടുത്ത ചാപ്റ്റർ ഇറങ്ങാൻ വേണ്ടി എല്ലാവരും കാത്തിരിക്കുകയാണ്. ഇപ്പോൾ ആണെങ്കിൽ വൺ പീസ് ആണെങ്കിൽ ബ്രേക്കിലുമാണ്. അതുകൊണ്ട് തന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇതുപോലത്തെ തിയറീസ് കാണാതെ വേറെ വഴിയൊന്നുമില്ല. എന്നാൽ നമ്മുടെ ഷാങ്സിൻ്റെ ബ്രദർ വളരെ പവർഫുള്ളാണ്. നമ്മൾ വിചാരിച്ചതിലും പവർഫുള്ളാണ്. ഞാനിങ്ങനെ പറയാൻ കാരണം ഒരുപക്ഷെ നമ്മുടെ ഷാങ്സിൻ്റെ ബ്രദർ ഷാങ്സിനെക്കാളും പവർഫുൾ ആകാൻ ചാൻസ് ഉണ്ട്. ഞാനിങ്ങനെയൊക്കെ പറയാൻ നല്ല കാരണങ്ങളുണ്ട്. എന്നാൽ നമുക്ക് നേരിട്ട് ആ കാരണങ്ങൾ എന്താണെന്ന് നോക്കാം. നമ്മളെല്ലാവരും വിചാരിച്ചിരിക്കുന്നത് വൈറ്റ് ബീഡിൻ്റെ ഈ സ്കാർ നൽകിയത് നമ്മുടെ ഗാർണിംഗ് ഫിഗർലാൻഡ് എന്നാണ്. പക്ഷേങ്കിൽ ഇതിൽ ചെറിയൊരു തിരുത്ത് വരാൻ നല്ല ചാൻസ് ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫിഷ്മാൻ ആൻഡിൽ നമ്മൾ കണ്ടിട്ടുണ്ട് 4th പോണിഗ്ലിഫ് ഉണ്ടായിരുന്നത്. എന്നാൽ അത് ലൂഫിയൊക്കെ എത്തുമ്പോഴേക്ക് അവിടുന്ന് ഡിസപ്പിയർ ആയിരുന്നു. അതുമാത്രമല്ല ആ ടൈമിൽ ഫിഷ്മാൻ ആൻഡിൽ നമ്മുടെ വൈറ്റ് ബീഡിൻ്റെ ടെറിട്ടറിയും ആയിരുന്നു. അവിടെ നിന്ന് നമ്മുടെ വൈറ്റ് ബീഡും നമ്മുടെ ഈവിൾ ഷാങ്സും തമ്മിലൊരു ഫൈറ്റ് നടക്കാൻ ചാൻസ് ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ക്യാരക്ടർ ദ മാൻ മാർക്കഡ് ബൈ ഫ്ലെയിം എന്ന് പറയുന്ന ഈ മിസ്റ്റീരിയസ് ക്യാരക്ടർ നമ്മുടെ ഷാങ്സിൻ്റെ ബ്രദറാകാൻ ചാൻസ് ഉണ്ട്. നമുക്കറിയാം നമ്മുടെ ഷാങ്സിൻ്റെ ബ്രദറിൻ്റെ ഒരു സൈഡ് മാത്രം, മുഖത്തിൻ്റെ ഒരു സൈഡ് മാത്രമാണ് കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ക്യാരക്ടർ നമ്മുടെ ഷാങ്സിൻ്റെ ബ്രദറാകാൻ ചാൻസ് ഉണ്ട്. ഈ ക്യാരക്ടർ ഷാങ്സിൻ്റെ ബ്രദർ ആണെങ്കിൽ നമ്മുടെ വൈറ്റ് ബീഡും അതുപോലെ തന്നെ ഷാങ്സിൻ്റെ ബ്രദറും തമ്മിൽ ഫിഷ്മാൻ ആൻഡിൽ നിന്നൊരു ബാറ്റിൽ നടക്കുകയോ അവിടെ നിന്ന് അവർക്കിടയിൽ നടന്ന ബാറ്റിൽ വെച്ചാണ് നമ്മുടെ ഷാങ്സിൻ്റെ ബ്രദർ നമ്മുടെ വൈറ്റ് ബീഡിൻ്റെ ദേഹത്ത് ആ സ്കാർ വരുത്തിയിട്ടുണ്ടാകുക. നമുക്കറിയാം നമ്മുടെ വൈറ്റ് ബീഡിൻ്റെ ദേഹത്ത് ആ സ്കാർ വരുന്ന സമയത്ത് വൈറ്റ് ബീഡിന് വലിയ പ്രായമൊന്നും ഉണ്ടാകാൻ ചാൻസ് ഇല്ല. കയറി വന്നാലൊരു 10 കൊല്ലം മുന്നിട്ടോ അല്ല 5 കൊല്ലം മുന്നിട്ടൊക്കെ ആയിരിക്കും നമ്മുടെ മറീൻ ഫോർഡിൻ്റെ. ആ ടൈമിൽ എന്തായാലും നമ്മുടെ വൈറ്റ് ബീഡ് നല്ല സ്ട്രോങ് ആണ്. നമ്മുടെ എയ്സ് നമ്മുടെ വൈറ്റ് ബീഡിനെ കണ്ട സമയത്ത് നമുക്കറിയാം വൈറ്റ് ബീഡിൻ്റെ ദേഹത്ത് ആ സ്കാർ ഉണ്ടായിരുന്നു. ആ ടൈമിൽ നിങ്ങളൊന്ന് ആലോചിച്ചത് വൈറ്റ് ബീഡിൻ്റെ ദേഹത്ത് അങ്ങനത്തെ സ്കാർ വരുന്നുണ്ടെങ്കിൽ ആ ക്യാരക്ടറിൻ്റെ ലെവൽ എത്രയായിരിക്കുന്നത്. നമ്മൾ വിചാരിച്ചത് ഗോഡ് വാലി ഇൻസിഡൻറ്റ് നടന്ന സമയത്ത് ഗാർലിംഗ് ഫിഗർലാൻഡാണ് ആ സ്കാർ വരുത്തിയിരുന്നത്. എന്നാൽ ഇപ്പോൾ എല്ലാവരും പറയുന്നത് ഇങ്ങനെയാണ്, നമ്മുടെ ഷാങ്സിൻ്റെ ബ്രദറാണ് ആ സ്കാർ വരുത്തിയിരുന്നത്. ഈ തീരെ ശക്തിയാണെങ്കിൽ നമ്മുടെ ഷാങ്സിനെക്കാട്ടും പവർഫുൾ ആകാൻ നല്ല ചാൻസ് ഉണ്ട്. നമുക്കറിയാം വൈറ്റ് ബീഡ് എത്രമാത്രം പവർഫുൾ ആണെന്ന് തൻ്റെ പ്രൈം ടൈമിൽ. പിന്നെ മറ്റൊരു കാര്യം, ഇത് വെറും തിയറീസ് മാത്രമാണ്. അതുകൊണ്ട് നിങ്ങൾ കാര്യമൊന്നും എടുക്കണ്ട. പിന്നെയുള്ള മറ്റൊരു കാര്യം നിങ്ങൾക്ക് ഓർമ്മയില്ല, നമ്മുടെ മെറീൻ ഫോർഡ് ആർക്കിൽ നമ്മുടെ കായിഡോ മെറീൻ ഫോർഡിലേക്ക് വരുന്ന ടൈമിൽ ഷാങ്സാണ് സ്റ്റോപ്പ് ചെയ്തതെന്നാണ് നമ്മൾ വിചാരിച്ചത് കായിഡോനെ. പക്ഷേങ്കിൽ അതങ്ങനെയല്ല, അത് നമ്മുടെ ഷാങ്സിൻ്റെ ബ്രദറാണ് കായിഡോനെ സ്റ്റോപ്പ് ചെയ്തത്. ഇത് ഏകദേശം കൺഫേംഡ് ആണ്. അങ്ങനെ കായിഡോനെ സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ എത്രമാത്രം പവർ നമ്മുടെ ഷാങ്സിൻ്റെ ബ്രദറിന് ഉണ്ടായിരിക്കും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നമുക്കറിയാം ഒരു 1v1 ഫൈറ്റിൽ കായിഡോനെ ഡിഫീറ്റ് ചെയ്യുന്ന ഇമ്പോസിബിൾ ആണ്. അപ്പോൾ നമ്മുടെ ഷാങ്സിൻ്റെ ബ്രദർ കായിഡോയായിട്ട് 1v1 ചെയ്ത് നമ്മുടെ അവിടെ നിന്ന് വിജയിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, കായിഡോനെക്കാൾ എത്രമാത്രം പവർഫുൾ ആയിരിക്കും ഷാങ്സിൻ്റെ ബ്രദർ. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഷാങ്സിനെക്കാളും പവർഫുൾ ആകാനും ചാൻസ് ഉണ്ട്. ഇതിനെയാണ് ഞാൻ പറഞ്ഞ ഷാങ്സിനെ പറ്റി നമ്മൾ വിചാരിച്ചത് തെറ്റിദ്ധാരണയായിരുന്നു. നമ്മൾ മെറീൻ ഫോർഡിൽ നമ്മൾ വിചാരിച്ചിട്ട് ഷാങ്സ് അവിടെ നിന്ന് ഫൈറ്റ് ചെയ്ത് പെട്ടെന്ന് ഇവിടെ എത്തി നമ്മുടെ ഇവിടെയുള്ള വാർ സ്റ്റോപ്പ് ചെയ്ത്. അതുകൊണ്ട് ഷാങ്സ് ഭയങ്കര പവർഫുൾ ആണെന്നാണ് നമ്മൾ വിചാരിച്ചിരുന്നത്. പക്ഷേങ്കിൽ അങ്ങനെയല്ല, ഷാങ്സിൻ്റെ ബ്രദറാണ് കായിഡോനെ സ്റ്റോപ്പ് ചെയ്തത്. അതുമാത്രമല്ല ഷാങ്സ് ഈവിലാണെന്ന് പറഞ്ഞ് നമ്മൾ ഒരുപാട് തിയറീസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. അതൊക്കെ ഇപ്പോൾ ക്ലിയർ ആവുകയും ചെയ്തിട്ടുണ്ട്. ഷാങ്സ് ഒരു നല്ല ക്യാരക്ടർ എന്നുള്ള കാര്യത്തിൽ കൺഫേം ആവുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്ക് വീഡിയോയിൽ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ട് ബെല്ലൈക്കൺ മറ്റൊരു ദിവസം മറ്റൊരു കാണുന്നത്. ബൈ ബൈ.